അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ ഇത്ര നാളും കളിക്കേണ്ടത് സിംഗിൾ പ്ലെയർ വേൾഡിലാണ്. ഇപ്പം ഞാൻ കളിക്കുന്നത് ഒരു ഓസം വേൾഡിലാണ്. ഇതാണ് ഒരു സെർവർ. ഇത് സെർവറാണ് QFSMP. ജോയിൻ ആവുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കുറേ സംഭവമുണ്ട്. നമുക്ക് RT അടിക്കാം, റാൻഡം ടെലിപ്പോർട്ട്. കണ്ടില്ലേ, നമുക്ക് റാൻഡം ടെലിപ്പോർട്ട് അടിക്കാം. ഓർ നമുക്ക് AH ഉണ്ട്, /AH അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർ ഓരോന്ന് പൈസയ്ക്ക് വേറെ ആൾക്കാർക്ക് സെല്ല് ചെയ്യാട്ടേക്കുന്നത് കാണാം. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇത് അവിടെ റോക്കറ്റ് 10 കേക്ക് വിൽക്കുന്നുണ്ട് ഒരു സ്റ്റേക്ക്. ഇവിടെ സ്പിയർ ഉണ്ട് 150 കേക്ക്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. എനിക്ക് വയ്യ ഗൈസ്, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ കുറേ ഇതുകളുണ്ട്, മറ്റേ /സെല്ല് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാൻ മതി. നമ്മുടെ ഐറ്റംസുമ്മ കണ്ട വെറുത്തൊക്കെ കാണിക്കുന്നത് 22, 24 എന്നൊക്കെ 16. അത് വെറുത്ത് കാണിക്കും. സോറി എനിക്ക് അധികം ഇതില്ല. /സെല്ല് നടിക്കുക, SELL സെല്ല് നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെനു ആണോ. ആ മെനുവിൽ നിങ്ങളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പൈസ കിട്ടും. ഇപ്പം ഞാൻ നേരത്തെ ഇത് തന്നെ ചെയ്തിട്ടുണ്ടായി. ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായി, ബട്ട് ആ വീഡിയോ റെക്കോർഡായില്ല, മോശം തന്നെ. അപ്പോൾ ഇന്നലെ എനിക്കൊരു 75 രൂപയുണ്ട്, ഇന്ന് 75, അപ്പം 150. പിന്നെ അവിടെ RTP ഉണ്ട്, അങ്ങോട്ട് എങ്ങനെ പോവാന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ ഷോപ്പുണ്ട്. ഈ വഴിയാണോ? ഈ വഴിയല്ലോ, അങ്ങനെ ആവട്ടെ. ഇവിടെ ട്രേഡ് എന്നൊക്കെ കാണിക്കും. സോറി ഗൈസ്, അവിടെ അത് വന്നതിന് നോട്ടിഫിക്കേഷൻ. സോറി ഗൈസ്, ഞാൻ സോറി പറയുന്നു. അപ്പോൾ ഇത് ട്രേഡ്. അപ്പോൾ കുറച്ച് ഡയറക്റ്റ് കൊടുത്താൽ നിങ്ങൾക്കത് വാങ്ങാം. അത് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഇത് ഷോപ്പിൽ ക്ലിക്ക് മീ അല്ലെങ്കിൽ /ഇവിടെ വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഞാൻ മൈൻക്രാഫ്റ്റ് കാണിച്ച് ചെയ്തപ്പോൾ എനിക്ക് ഈ സെർവറിൽ കളിക്കുമ്പോൾ എങ്ങനെയോ അത് വരുന്നുണ്ട്. സോറി. കുറച്ച് ഫുഡ് എടുക്കാം. കുക്കഡ് ഓക്കെ, കുക്കഡെങ്കിൽ കുക്കഡ്. ഓക്കെ, ഇത് തന്നെ മതി. ഫുള്ള് വാങ്ങാൻ നമുക്ക് പൈസ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് പിങ് ഉണ്ട് കേട്ടോ, നന്നായിട്ട് എനിക്ക് അത്യാവശ്യം പിങ്ങുണ്ട്. ഞാൻ കിഫിയുടെ സ്കിന്നാണ് ഇട്ടേക്കുന്നത്. കിഫി കോപ്പിറൈറ്റ് ഒന്നും തരരുത് സ്കിൻ. ഇനി നമുക്ക് RTP അടിക്കാം. RTP അല്ല, വേണ്ട ഹീറോ ഗെയിമേഴ്സിൻ്റെ അടിച്ച് ചോദിക്കാം. ഹീറോ ഗെയിമേഴ്സിൻ്റെ അടുത്ത് പറയാം. ഹീറോ ഗെയിമേഴ്സ് ഓൺലൈനിലുണ്ടല്ലോ. നമുക്ക് ഹീറോ ഗെയിമേഴ്സിൻ്റെ അടുത്ത് പറയാം. ഹീറോ ഗെയിമേഴ്സ്, ഞാൻ ആണ് സ്റ്റീൽ പ്ലേസ് ഇൻ ഡിസ്കോഡ്. എനിക്ക് ഡിസ്കോഡ് ഉണ്ട്. സ്റ്റീൽ പ്ലേസ് ഈസ് നോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ മൈ ഡിസ്കോഡ് വരും. എൻ്റെ ലാപ്പ് പോയി. അപ്പോൾ ലാപ്പ് പോയി ഗൈസ്, എൻ്റെ ലാപ്പ് പോയതുകൊണ്ടാണ്. സോറി. അപ്പം ഞാൻ മൊബൈലാണിപ്പോൾ. ഇപ്പം അല്ലേ, പിന്നെ റിപ്ലൈ തന്നാൽ വായിക്കാം. റിപ്ലൈ നിങ്ങൾ ചാറ്റ് നിങ്ങൾ അങ്ങോട്ട് ഒന്ന് നോക്കണേ. എനിക്ക് ഞാൻ ചിലപ്പോൾ ഓരോന്നും മറന്നു പോകും. പിന്നെ നിങ്ങൾക്ക് IP ഞാൻ തരുന്നതായിരിക്കും. IP
അറിയാം QFSMB.in എന്നാണ്. അപ്പോൾ എന്തൊക്കെയായും എനിക്ക് ബെഡ്റൂക്ക് അധികം ലാഗില്ല. പിങ്ങുണ്ട് പിങ്ങ് സെർവറിൻ്റേതാ. അത് സെർവറിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ സെർവറിൻ്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്. അത് സെർവറിന് എന്തോ ഇതുണ്ട്. ജാവയ്ക്ക് പിങ്ങ് പോകാൻ ആയിട്ട് എന്തോ സംഭവം ആക്കിയുണ്ട്. പിന്നെ JMPYT എന്ന് പറയുന്നൊരു യൂട്യൂബർ ആണ് ഈ മറ്റേ സെർവറിൻ്റെ ഹോസ്റ്റിൻ്റെ എന്തോ ഇത് ആൾക്കാരായിട്ട് ഹോസ്റ്റിൻ്റെ ആൾക്കാർ JMPYT ആളെയും കൂടി സബ് അടിച്ച് വെക്കുക ഗൈസ്. ഇപ്പം ഞാൻ റാൻഡം ടെലിപ്പോർട്ട് അടിക്കുകയാണ്. ഞാൻ സൗണ്ട് കുറച്ചാണ്, നല്ല സൗണ്ടാണ്. പിങ്ങുണ്ടല്ലോ ഗായ്സ്, സോറി ഗായ്സ്, എനിക്ക് പിങ്ങുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അത് കുറച്ച് നേരം പിങ്ങടിക്കുന്നതാണ്. എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. കണ്ടോ, എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. That's very bad. I don't like this worst ping. Whatever. Ping ഉണ്ട്, നമുക്ക് ഫിക്സ് ചെയ്യണം. പിങ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ പണിയാണ്. നമുക്ക് ഇപ്പം മരങ്ങളൊക്കെ മുറിച്ച് നടക്കാൻ നമ്മളെ വീട് അവിടേക്ക് ടെലിപ്പോർട്ടാക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓടിപ്പോവാം. അല്ലേ നല്ലത്? ഇടയിൽ കൂടി പോയിട്ട് അത്ര മുറിച്ച് ആദ്യം നമുക്ക് കയറി പോവാം. കണ്ട, മരം കിട്ടി തുടങ്ങി. അത് പിങ്ങാണ്. പിങ് മാത്രമല്ല ലാഗുണ്ട്. എൻ്റെ ഫോൺ കുറച്ച് ഓൾഡാണ്. അപ്പോൾ പിങ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു. ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്തത് ഞാൻ അടുത്ത ക്ലിപ്പിൽ സംസാരിക്കുന്നുണ്ടായി. ഈ ക്ലിപ്പ് ഞാൻ വീണ്ടും വോയിസ് ഓവർ ചെയ്യേണ്ടതാണ്. ഞാൻ ഈ ക്ലിപ്പ് ഇത് ചെയ്യാൻ മറന്നു, റെക്കോർഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ എനിക്ക് ക്ലിപ്പ് ഇതാകാൻ പറ്റിയില്ല, മറ്റേ സൗണ്ട് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യണതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, അത് ഫാനിൻ്റെയാണ്. എനിക്ക് പിന്നെ വയ്യായുണ്ട്, പിന്നെ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക? ഹീറോ ഗെയിമേഴ്സ് ബ്രോ, ഹീറോ ഗെയിമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ബെഡ്റോക്ക് പിങ് ആണല്ലോന്ന്. ബെഡ്റോക്ക് പിങ്ങായി കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് കളിക്കാൻ പറ്റില്ല. എന്താ സംഭവം? ഞാൻ മൈൻക്രാഫ്റ്റ് ഇപ്പോഴാണ് ലോഞ്ച് ആക്കിയ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇതിൻ്റെ സംഭവം കാണിക്കുന്നതാണ്. അപ്പോൾ whatever we do that we do in here. പിങ് പിന്നെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ അടിച്ച് ഞാൻ പറയാൻ വന്നുള്ളൂ. അപ്പോഴേക്കത് അങ്ങനെ മൈ മൈൻഡ് എന്താ ചാടിപ്പോണേ. ദാറ്റ് ഈസ് ടു കപ്പിൾസ്, അവരെ സുഖിച്ചിരിക്കട്ടെ. പിന്നെ എന്താണ് ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം? എന്താ ഇതെന്തിങ്ങനെ? അതെന്താ അങ്ങനെ? അതെന്താ പറ്റിയേ? എന്നെ മാത്സ് പഠിപ്പിക്കുകയാണോ? വീണ്ടും ഇത് അതിപ്പോൾ ഉപയോഗിക്കാത്തില്ല. കാരണം 8 ആയാലാണ് 16 കിട്ടുക. 8 4 ആയാലും
യോജിക്കാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ആവട്ടെ ഗൈസ്, നോ പ്രോബ്സ്. ഫസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണമല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. എൻ്റെ മൗസും കീബോർഡൊക്കെ കേടായി ഗൈസ്, അറിയില്ല. ഞാൻ ജാവയിൽ ഫുൾ പീപ്പ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ എല്ലാ ഇഷ്യൂ ആയിരിക്കും. പിന്നുണ്ട്, ക്ഷമിക്കുക, എൻ്റെ നെറ്റ് ഇഷ്യൂ കൂടിയാണ് അത്. അല്ലാണ്ട് ഈ സെർവറിൻ്റെ കുഴപ്പമില്ല. സെർവറിൻ്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴേ കളിക്കാൻ പറ്റി. ഇതൊന്നും ഇങ്ങനെ ജാവയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല ഗൈസ്. ഇതുകൊണ്ട് ബെഡ്റോക്ക് അവർ കംപ്ലീറ്റ് റിലീസ് നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്യാനുള്ള റിലീസ് നടത്തേണ്ടാവില്ല. അപ്പം അങ്ങനെ ഏതായിരിക്കും ഇത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സെർവർ കിട്ടി. പിന്നെ കേരളത്തിലെ ഫസ്റ്റ് എക്കണോമിക് സെർവർ കിട്ടി. എന്ത് കാണാം പിങ്ങാണ് എൻ്റെ ആയിരിക്കും പിങ്. എൻ്റെ മറ്റേ ഇതിൻ്റെ എൻ്റെ വൈഫൈ കുറച്ച് സ്ലോ ആണ്. ഞാൻ ഒരു എൻ്റെ റൂമിലിരുന്നാണ് റെക്കോർഡും ചെയ്യണം. അപ്പോൾ ഉള്ള പിങ് ഇഷ്യൂ ആയിരിക്കും. ഓ ഷിറ്റ്, എനിക്ക് ലാഗടിച്ചു. ഓ നോ വേ. ഗെയിം കുറച്ചടിച്ചേക്ക് ലാഗടിച്ച് കണ്ട വയ്യ കേസ്. തൊണ്ടവേന. ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. 2 വീഡിയോക്ക് നല്ല സബ്. ഓക്കെ ഗൈസ്, ലാഗൊക്കെ മാറി. എനിക്കിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വീഡിയോ ഒന്ന് മാറ്റി. എനിക്കിപ്പോൾ സെറ്റായുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇപ്പോഴും ഉണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഐ ഡോണ്ട് നോ. എനിക്ക് ചങ്കിലൂടാവണില്ലല്ലോ. ഇതെന്താ ഹീറോ പറയുന്ന? What the Sigma? കല്ല അതാ ഹീറോ എടാ പറ്റിയേ. സർവറെ ഹീറോ ബ്രെയിൻ ഗൈസ്, സർവറെ ഹീറോ ബ്രെയിൻ. ഇതെന്താ 5 തന്നെ നിൽക്കുന്ന സൗണ്ട് കൂട്ടട്ടെ. എന്തെങ്ങനെ ഇത് എന്താ പറ്റി ഗൈസ്? എൻ്റെ നെറ്റ് ഇഷ്യൂ. ഞാൻ നാളെ വീഡിയോ ഇടുമ്പോൾ ഒരു ഇതും കൂടി ഉണ്ട്, മറ്റേ ഒരു ബേസും കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കാം. അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. നല്ലത് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഒരുമിച്ച് ബേസ് ഉണ്ടാക്കാം അണ്ടർഗ്രൗണ്ട് തന്നെ. ഞാൻ കുറച്ചത് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ്. നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലത്തെ വൺ ഓഫ് ദി മോസ്റ്റ് കേരള ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് സെക്യൂർ ആണ്. ഡോണ്ട് SMB പോലെ ഇരിക്കുന്നത് SMB. I think this is Kerala's first activity. എൻ്റെ പൊന്നു പിങ്ങടിച്ചാണ് ഗൈസ്, പേടിക്കരുത്, പിങ്ങാണ്. അത് ബെഡ്റൂക്കാർക്ക് പിന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റേ ഹീറോ ഗെയിമേഴ്സ് പറഞ്ഞു ബെഡ്റൂക്കാർക്ക് പിന്നുണ്ട്. പിന്നെ ഇത് ഒക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ബെഡ്റൂക്കാർക്ക് പിന്നുണ്ടായിരുന്നു.
നോക്കുന്നില്ല. ഇന്നെ അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ പറ്റില്ല. എത്ര ലാഗ്. ഇത് എൻ്റെ നെറ്റ് ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർ സെർവറിൻ്റെ ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെറ്റ് ഷെമിനിനെ ഫിക്സ് ആക്കാൻ എന്തായാലും. നെറ്റ് ഷെമിനെ ചത്തു. എന്നിട്ട് എന്താ കാര്യം ചെയ്തൊക്കെ പോയി. ഇനി നമ്മളെന്ത് ചെയ്യും? ഇനി എല്ലാവരുടെ അടുത്തും കെഞ്ചേണ്ടി വരും പൈസ കിട്ടാൻ. എനിക്ക് ഹൈപ്പിങ്ങാണ്. ജാവയ്ക്ക് മാത്രം ഇറക്കിയ സെർവർ പോലെയാണ്. പിന്നെ ഇതില്ലാത്തത്